ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ ഇത്. ചപ്പാത്തിയാണേ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ആട്ടോ. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്കറിൽ ഒരു അടിപൊളിയായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 1.5 സവോള തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി അതിൻ്റെ 2 വശം മൂടും അടിവശം കൊണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 4 മുട്ട എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതും കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ കുക്കറിൽ ഒരൊറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് വെള്ളം ചൂടാകാൻ വേണ്ടി മാത്രം ഹൈ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരൊറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇത് എൻ്റെ ഫ്രണ്ടായ മലപ്പുറം വവാസ് എന്ന ചാനലിൽ ഇട്ടൊരു റെസിപ്പിയാണ്. അത് കണ്ട് ഇഷ്ടമായിട്ടാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല സൂപ്പർ റെസിപ്പി ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. വെറൈറ്റി ആയ ഒത്തിരി ഐറ്റംസൊക്കെ റെസിപ്പിയൊക്കെ അവരുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് അവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ഒരൊറ്റ വിസിൽ വന്നു. വിസിൽ സ്റ്റീം തണുത്ത് കഴിഞ്ഞ് ഞാനിത് എടുത്തു. ഞാൻ തക്കാളിയുടെ തൊലി കളയാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ മുഴുത്തോടെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേസമയം മുട്ട കഴുകി എടുത്ത് വെച്ചത് വെള്ളത്തിൽ തണുക്കാൻ വേണ്ടി ഇട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിതെല്ലാം കൂടെ സവോളയും തക്കാളി എല്ലാം കൂടി ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഒരു ചീനച്ചട്ടി സ്റ്റവ് കത്തിച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് 2 ഏലക്കയും ഒരു 3 ഗ്രാമ്പും പിന്നെ ഒരു 2 പച്ചമുളകും കറിവേപ്പിലയും അത് 2-3 കൂടി ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ. പിന്നെ ഇതിനായിട്ടുള്ള മസാല മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം മതി കേട്ടോ. അത് ആവശ്യത്തിനുള്ളതും ഒന്നും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ. നന്നായിട്ടൊന്ന് വഴന്ന് വരുവാണെങ്കിൽ നല്ല കളറും ഉണ്ടാവും കേട്ടോ കറിക്ക്. അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ പേസ്റ്റ് അരച്ച് വെച്ച പേസ്റ്റ് ഞാൻ പൊടിയുടെ കൂടെ ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. ഒന്ന് ജസ്റ്റ് ഒരു പച്ചമണം മാറുന്നവരൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് രാവിലത്തെ തിരക്കിനിടയ്ക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. മുട്ട വേറെ പുഴുങ്ങൊന്നും വേണ്ട, കുക്കറിൽ തന്നെ ചെയ്താൽ മതി. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു പൊട്ടിത്തെറിക്കുമല്ലോ ചെയ്യുമെന്ന്. പക്ഷേ പാകത്തിന് വെന്ത് കിട്ടി. അപ്പോൾ ഞാൻ പാകത്തിന് ഉപ്പും അതിന് ചേർത്ത് മിക്സിക്കകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ മുട്ട കറി വെക്കുമ്പോൾ വേറെ പുഴുങ്ങി പിന്നെ പൊളിച്ച് ഒക്കെ അല്ലേ എടുക്കുക. ഇതൊന്നും വേണ്ട, ഒന്നിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ ടൈം ലാഭമാണ്. ഇപ്പം നന്നായിട്ട് പേസ്റ്റായി. പിന്നെ ഞാൻ 2 കറുവയുടെ ഇല അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കറുവപ്പട്ടയ്ക്ക് പകരം അതൊന്ന് മുക്കി നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ തോടെല്ലാം കളഞ്ഞ് വെച്ച മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മുട്ട നല്ല പൊട്ടിയൊന്ന് പോകാണ്ട് കറക്റ്റ് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരൊറ്റ വിസിൽ മതി. ആദ്യം ഒന്ന് ഫ്ലെയിം ഇടുക, പിന്നെ ചൂടായി കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ അത് സ്റ്റീം പോകാൻ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് മുട്ടയുടെ മുകളിലോട്ടൊക്കെ ഒന്ന് കോരി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം ഇളക്കി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുത്തള വരുന്നുണ്ട്, ഒന്ന് മൂടി വെക്കുന്നുണ്ട്. മുട്ടയിലൊക്കെ ഒന്ന് അരപ്പും പുളിയും ഉപ്പുമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് മൂടി വെച്ചു. ജസ്റ്റ് 1 മിനിറ്റ്. അപ്പോഴത്തേക്ക് നന്നായിട്ടും തിള വന്നു. ആവശ്യത്തിനുള്ള ചാറുണ്ട്. ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് ചാറ് വേണമല്ലോ, അതുകൊണ്ട് അങ്ങനെ കട്ടിയാക്കുന്നില്ല. എന്നാലും നല്ല കൊഴുത്ത ഗ്രേവി തന്നെയാണ് കേട്ടോ. അപ്പം തക്കാളിയും ഉള്ളിയൊക്കെ പെറുക്കി കളയുന്ന മക്കൾക്കൊക്കെ ഇതൊക്കെ ആകുമ്പോൾ എല്ലാം ഉള്ളി ചെന്നോളും. ആരും ഒന്ന് പെറുക്കി കളയൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ റെസിപ്പി, ഈസിയാണ്. അപ്പം ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൊണ്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിനും ഒരു മണത്തിനും വേണ്ടിയേ. അപ്പോൾ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.